അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനികളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാവാൻ കഴിഞ്ഞു എന്ന വലിയ ഭാഗ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് ഈ വർഷത്തെ ഷഹ്ർ റമളാനിൽ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് പറഞ്ഞ റമളാൻ മുബാറക്കിലെ ആദ്യ രാവിൽ ഞാൻ നിങ്ങളിലേക്ക് വന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശം നൽകാനാണ്. റമളാൻ ഷരീഫിൽ റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ തറാവീഹ് നിസ്കാരത്തോടെ ഇന്നത്തെ റമളാനിലെ പ്രത്യേക ആരാധനാ കർമ്മങ്ങളൊക്കെ ആരംഭിക്കും. തുടർന്ന് എനിക്ക് ഈ റമളാനിലെ 30 ദിവസവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ വോയിസിൽ വന്നത്, അതായത് റമളാനിലെ വളരെ വിശേഷപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് അത്താഴം എന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത്, അത് ബർക്കത്തുള്ള ഭക്ഷണമാണ് എന്ന് പ്രത്യേകമായി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മുഴുവൻ നോമ്പെടുക്കുന്ന വിശ്വാസികളോടും തിബ്ബ് നബവി എന്ന വൈദ്യശാസ്ത്ര ശാഖയിലെ ഒരു പഠിതാവായ ഈ വിനീതന് ഉണർത്താനുള്ള ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ അത്താഴത്തിന് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഈത്തപ്പഴമാണ് എന്ന് പറയേണ്ടതില്ല. സുലഭമായി ലഭിക്കുന്നൊരു പഴമാണ്, എല്ലാ ദേശത്തും ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ഒരു ഭക്ഷ്യവസ്തുവാണ് എന്നതിനാൽ ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മളെല്ലാവരും അത്താഴ സമയത്ത് ഈത്തപ്പഴം കഴിക്കുക. സാധ്യമെങ്കിൽ അതിൻ്റെ കൂടെ തേങ്ങാ കഷ്ണം, തേങ്ങാപ്പൂള്, തേങ്ങാ കൊത്ത്, ചെറിയ തേങ്ങയുടെ കഷ്ണം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ആവശ്യമെങ്കിൽ ഒരല്പം കട്ടൻ ചായയും കുടിക്കുക. ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ അത്താഴത്തെ ക്രമീകരിക്കണം. അത്താഴത്തിന് ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതിലേക്ക് മറ്റെന്ത് വരുന്നതിനേക്കാളും പുണ്യം ഈത്തപ്പഴം തന്നെയാണ്. ഇനി ഈത്തപ്പഴത്തിൻ്റെ ലഭ്യത കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത്തപ്പഴം അതായത് നേന്ത്രപ്പഴവും നമുക്ക് സഹായകമാണ്. പറ്റുന്നതും അരിഭക്ഷണം അത്താഴ സമയത്ത് ഒഴിവാക്കുകയോ പരമാവധി ചുരുക്കുകയോ ചെയ്യുക. ഞാനത് പറയാൻ കാരണം, റമളാൻ ഷരീഫിൻ്റെ പകൽ നേരങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും പുണ്യം നിറഞ്ഞ പ്രഭാത സമയം, സുബ്ഹ് കഴിഞ്ഞ ഉടനെയൊക്കെ വല്ലാത്ത ഉറക്കിനോടുള്ള താല്പര്യം നമ്മളിൽ ജനിക്കുന്നത് ഈ 4 മണി സമയത്തുള്ള ഈ അരിഭക്ഷണത്തിൻ്റെ ആധിക്യമാണ്. എല്ലാ നാട്ടിലും കാലങ്ങളായി നമുക്ക് ശീലമുള്ള ഒരു ഭക്ഷണമായത് കൊണ്ടായിരിക്കണം അങ്ങനെ അരിഭക്ഷണ രീതി നമ്മളിൽ സജീവമായത്. എന്നാൽ ഹറം ഷരീഫിലും മദീന മുനവറയിലൊക്കെ അത്താഴ സമയത്ത് വ്യാപകമായി കാണുന്നത് പഴങ്ങളോ, ചിലപ്പോൾ കുബൂസ് കഴിക്കുന്നുണ്ട്. കുബൂസ് കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല, കണ്ടിട്ടുണ്ട്. പറ്റുന്നതും നമ്മൾ എന്ത് ചെയ്യുക? ഈത്തപ്പഴം അത്താഴമായി കഴിക്കുന്ന ഒരു രീതി ആവിഷ്കരിക്കുക. പ്രയാസകരമാണെന്നുണ്ടെങ്കിൽ, വല്ല രൂപത്തിലും നിങ്ങൾക്ക് അരിഭക്ഷണം കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 2 പത്തിരിയോ അല്ലെങ്കിൽ ഒരു കുബൂസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ കഴിക്കുന്നതിനോട് വിരോധമുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈത്തപ്പഴം നമ്മുടെ ഒരു അത്താഴ വിഭവമാക്കി മാറ്റാം. കാരണം പ്രഭാത സമയത്ത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണം പഴമാണ്. മനുഷ്യ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം പ്രഭാതമാണ് ഒന്ന്. മറ്റൊന്ന് മഗ്‌രിബിനെ കഴിഞ്ഞ ഉടനെയുള്ള സമയമാണ്. ഈ 2 സമയമാണല്ലോ നമ്മൾ നോമ്പുകാലത്തെ പ്രധാന ഭക്ഷണം. നോമ്പുകാലത്തെ നമ്മുടെ പ്രധാന ഭക്ഷണത്തിൽ ഒന്ന് നോമ്പ് തുറയാണെങ്കിൽ മറ്റൊന്ന് അത്താഴമാണ്. അപ്പം നോമ്പ് തുറ മഗ്‌രിബിൻ്റെ ഉടനെയും അത്താഴം 4 മണിക്ക് ശേഷം 5 മണിക്ക് മുന്നേയോ ആണല്ലോ, സുബ്ഹിന് മുന്നേ ആണല്ലോ. ഇസ്ലാമിൻ്റെ ഒരു വലിയ അധ്യാപനം കൂടിയാണത്. മനുഷ്യ ശരീരത്തോടും മനുഷ്യ മനസ്സിനോടും ചേരുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല 2 സമയത്തെ പരിശീലിപ്പിക്കുക കൂടിയാണ് റമളാൻ ഷരീഫ് ചെയ്യുന്നത്. എൻ്റെ ഉമ്മത്തിൻ്റെ മാസം എന്ന് പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം അതുകൂടിയാണ്. എൻ്റെ ഉമ്മത്തിന് ജീവിത വിജയത്തിൻ്റെ ചിട്ടകൾ പരിശീലിപ്പിക്കുന്ന മാസമായിട്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിനെ നമ്മളിലേക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ റമളാൻ എന്നത് പകലും രാത്രിയുമാണ്. അപ്പൊ പകലിലും രാത്രിയിലും
നമ്മൾ റമദാനിലാണ്. റമദാനിലെ വിശേഷപ്പെട്ട കാര്യങ്ങളിൽ സിയാമുണ്ട്, ഖിയാമുണ്ട്, തിലാവത്തുൽ ഖുർആനുണ്ട്. അതിൽ തന്നെയാണ് അത്താഴവും ഉള്ളത്. അപ്പൊ അത്താഴത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. പുലർച്ചെ 4 മണിക്ക് ശേഷം നോമ്പെടുക്കുക എന്ന ഉദ്ദേശത്തിൽ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഈത്തപ്പഴവും, പിന്നെ പുതിയ കാലാവസ്ഥയിൽ, അതായത് അന്തരീക്ഷത്തിൽ വല്ലാതെ ചൂട് വർദ്ധിക്കുകയും ഉദരസംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുകയും ശരീരത്തിന്റെ അകത്തും പുറത്തും ഉഷ്ണം വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ടും മറ്റും ഈത്തപ്പഴത്തിന്റെ കൂടെ തേങ്ങ കൂടി കഴിക്കുന്നത്, തേങ്ങ പൂണ്ടെടുത്തിട്ട് ചീന്തിയെടുത്തിട്ട് അതിന്റെ കൂടെ ചവച്ചരച്ച് തിന്നുന്നത് നല്ല ഒരു കാര്യമാണ്. അപ്പൊ ആ നിലയിൽ നമ്മൾ നോമ്പ് കാലത്തെ അത്താഴത്തെ ക്രമീകരിക്കുക. തുടർന്നും ജീവിതത്തിൽ എല്ലാ പ്രഭാതങ്ങളിലും സുബഹിന് മുമ്പ് നമുക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം പഴം തന്നെയാണ്. ഞാൻ കേരളത്തിലെ ലോകമറിയുന്ന സൂഫി വര്യന്മാരിൽ പ്രമുഖരും ആത്മീയ നേതാവുമൊക്കെ ആയ ബഹുമാന്യനായ അത്തിപ്പറ്റ ഉസ്താദിനെ ചിലപ്പോഴൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ചിലപ്പോഴൊക്കെ അവിടെ അദ്ദേഹത്തിന്റെ ഗ്രേസ് മാലിയിലുള്ള മസ്ജിദിലോ വീട്ടിലൊക്കെ തങ്ങിയാൽ കാണാറുള്ള ഒരു കാഴ്ച, സുബഹ് നിസ്കാരത്തിന് മുമ്പ് അദ്ദേഹം ഈത്തപ്പഴവും ഏത്തപ്പഴവും, അതായത് നേന്ത്രപ്പഴവും കഴിക്കാറുണ്ടായിരുന്നു. പിന്നീട് തിബ്ബ് നബവി പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, പ്രഭാത ഭക്ഷണം പഴമാവുന്നത് തന്നെയാണ് നല്ലത്. മഹാനായ സയ്യിദ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം സൂചിപ്പിച്ചതായി തിബ്ബ് നബവി മലബാരി ഉലമാക്കളുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു വലിയ നല്ല ശീലം, വലിയൊരു ഉപകാരപ്രദമായ ജീവിത ശൈലി പഠിക്കുക എന്നത് കൂടിയാണല്ലോ റമദാനിന്റെ വിശേഷം. അപ്പൊ ഈ റമദാനിലെ നമ്മുടെ അത്താഴം ഈത്തപ്പഴവും അതോട് ചേർത്ത് മറ്റ് ഏത്തപ്പഴമോ ഒക്കെ ആവട്ടെ, അങ്ങനെ ഉണർവുള്ള പ്രഭാതവും ഉന്മേഷമുള്ള പകലും ഒക്കെ റമദാനിൽ നമുക്ക് സാധ്യമാക്കണം. ഉറക്കം തൂങ്ങാത്ത പകലുണ്ടാവണമെങ്കിലും തിലാവത്തുൽ ഖുർആൻ, അതായത് ഖുർആൻ ഏറെ നേരം ഉറക്ക് തൂങ്ങാതെ പാരായണം ചെയ്യണമെങ്കിലും നമുക്ക് ഉണർവുള്ള പ്രഭാതവും ഉന്മേഷമുള്ള പകലൊക്കെ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ നല്ല രാവിലെകളിൽ ഉറക്കം തൂങ്ങികളായി പോകുന്നത് റമദാനിന്റെ ഏറ്റവും ബർക്കത്താക്കപ്പെട്ട സമയങ്ങളിൽ, ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിനെ വല്ലാതെ നിരാകരിച്ചു പറഞ്ഞ സമയത്ത് സത്യവിശ്വാസികളിൽ വലിയൊരു വിഭാഗം ഉറങ്ങുന്നവരായി പോയത് ഒരു കാരണം ഈ അത്താഴ സമയത്തുള്ള അരി ആഹാരം കൂടിയതാണ്. കുറഞ്ഞ അളവിലൊക്കെ അരി ആഹാരം കഴിച്ചു എന്നതുകൊണ്ട് ഉറക്കം വരില്ല, പക്ഷെ നമ്മൾ അറിയാതെ കൂടുതൽ ഭക്ഷണം കഴിച്ചു. ചില നാട്ടിലൊക്കെ അത്താഴം കുറച്ച് കൂടുതൽ കഴിക്കാൻ വേണ്ടി ഉണക്ക മത്സ്യം, പിരണ്ടി പോലത്തെ ഉണക്ക മത്സ്യമോ ഡ്രൈ ആയ നല്ല മസാല ചേർത്ത് എരിവുള്ള കറികളൊക്കെ ചേർത്ത് ഭക്ഷണം കഴിക്കുന്ന ശൈലിയൊക്കെ കാണാറുണ്ട്. ഒക്കെ അത്താഴത്തിന്റെ ഹുർമത്തിനോട് ചേരാത്തതാണ്. അത്താഴം എന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അത്താഴം എന്ന ഉദ്ദേശത്തിന് ചേരാത്ത ഒരു ഭക്ഷണ രീതിയായിട്ടാണ് കാണേണ്ടത്. എന്നാൽ അത് ഒരു പാടില്ല എന്നൊന്നും പറയാനൊക്കില്ല, അരി ആഹാരം പറ്റൂല എന്ന് പറയാനൊക്കില്ല. വല്ലാതെ മസാല ചേർന്ന എരിവുള്ള, അതുപോലെ തരണ്ടി പോലത്തത്, ഉണക്ക് മത്സ്യങ്ങൾ ആ സമയത്ത് ഉപേക്ഷിക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഏതായാലും നമുക്കൊരു ശൈലിയുണ്ടല്ലോ, നമ്മുടെ ശൈലിയുടെ പേരാണ് സുന്നത്ത്. ഒരു മുസ്ലിമിന്റെ ജീവിത വിജയത്തിന്റെ ശൈലിയുടെ പേരത്താണ് സുന്നത്ത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വർഷത്തെ റമദാൻ ഉണർവിന്റെയും ഉന്മേഷത്തിന്റെയും ഉജ്ജ്വലതയുടെയും ജീവിത വിജയത്തിന്റെയും റമദാൻ ഷരീഫാക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഷെഹ്റു ഉമ്മത്തി എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു എൻ്റെ ഉമ്മത്തിന്റെ മാസം, അപ്പൊ എൻ്റെ മാസം, ഞാൻ വിജയിച്ച മാസം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് ഈ റമദാൻ ഷരീഫ് നമുക്ക് സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഅ്മിനിന്റെ ഗുണമുണ്ടാവണം, മുഅ്മിനിന്റെ ഗുണങ്ങൾ ഉണ്ടാവണം. മറ്റുള്ളവർക്ക് കിട്ടുന്ന വഴിയിലൂടെയുള്ള ഗുണമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. തിബ്ബുൽ മാഷി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് രോഗത്തെ ശിഫയാക്കാം. ഇപ്പൊ പ്രമേഹ രോഗം പിടികൂടിയ ഒരാൾ ഭക്ഷണം ശ്രദ്ധിച്ച്, ഉറക്കം ശ്രദ്ധിച്ച്, കുറച്ച് കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ സമയം ഒരു നിശ്ചിത ദൂരം നടക്കുകയാണെങ്കിൽ അയാളുടെ പ്രമേഹ രോഗത്തിന് അത് വലിയ ശിഫയാകും. കുന്ന് കയറലാണ് നല്ലത്. പ്രമേഹ രോഗികൾ കുന്ന് എന്താ പറയാ, ജബൽ ഹിൽ,
ഗുഡ്ഡേ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ബിസ്ക്കറ്റാ. ഗുഡ്ഡേ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊന്നും ഒരു ഭാഷ പഠിച്ചല്ലോ, മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത്. മനസ്സിലായില്ലേ? ഗുഡ്ഡേ അല്ലേ? അല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണം. എന്നെങ്കിലും ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് കർണാടകയിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണ്ടേ. ഗുഡ്ഡേ, മലകയറ്റം, മനസ്സിലായല്ലോ? മല കയറുക, കുന്ന് കയറുക, മല കയറുക. അപ്പോ കുന്ന് കയറുന്നത് ആരോഗ്യത്തെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും അത് പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണ. കുന്നുകയറ്റം അതിന്റെ ശാസ്ത്രീയ വശമൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. ഞാൻ ഇനി ഒരു 5 മിനിറ്റ് കൂടിയേ പ്രസംഗിക്കുള്ളൂ, കാരണം നമ്മളെ സമയമായി. അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മല കയറ്റിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ചുമക്കുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ മല കയറ്റിയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ശുഐബ് നബി അലൈഹിസ്സലാം മദിയൻ കുന്നിൻ മുകളിൽ താമസമാക്കി. അമ്പിയാക്കളുടെ ഒരു ശീലമാണ് കുന്ന് കയറൽ, മല കയറൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബുവ്വത്തിന്റെ അനുഗ്രഹീതമായ പട്ടം നേടുന്നതിന് മുന്നേ തന്നെ, വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മക്കത്തുൽ മുക്കറമയിലെ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു എന്ന് മക്കയുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം. മലന്റെ മുകളിൽ കയറിയിരുന്നു എന്നതിനേക്കാൾ ആ ജബലുന്നൂർ എന്ന് ഇന്ന് പേരുള്ള പർവ്വതത്തിൽ കയറി കഅബയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ ശീലമാക്കണം. അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. പക്ഷെ ചെയ്തു തുടങ്ങിയാൽ എല്ലാ ദിവസവും അത് ശീലമാക്കണം. ചെയ്യുന്ന എത്ര ചെറിയ അമലും ദായിമയായി ചെയ്യണം, പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരോഗ്യത്തിന്റെ വർധനവിന് സഹായകമായ കാര്യങ്ങളൊക്കെയും സുന്നത്തായി നമുക്ക് കിതാബുകളിൽ കാണാം. ശമാഇൽ തിർമിദി പോലത്തെ കിതാബുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യയും ശരീര ഗുണങ്ങളെയും ഒക്കെ വിശദീകരിക്കുന്ന കിതാബുകൾ പരിശോധിച്ചാൽ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുന്ന കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം രാവിലെകളാണ്. പ്രഭാതങ്ങളെ, സുബ്ഹിനെ ഉപയോഗിക്കുക, ശക്തരാവുക. സമയം ചെറുതായതുകൊണ്ട് എനിക്ക് ആകെ അവസാനം പറയാനുള്ളത്, സുബ്ഹിനെ ഉപയോഗിക്കുക, നിങ്ങൾ ശക്തരാകുക. പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുക, ശക്തരാവുക. പ്രഭാതങ്ങളെ, ഏർലി മോർണിംഗ്, സൂര്യോദയത്തിന്റെ മണിക്കൂർ മുമ്പ് തന്നെ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ദേഹശുദ്ധി വരുത്തുക, പ്രാർത്ഥനാ നിരതമാവുക, ഖുർആൻ പാരായണം ചെയ്യുക, നല്ല കാര്യങ്ങളിൽ ഇടപഴകുക, ജോലിയിൽ പ്രവേശിക്കുക. ഇതൊരു മനുഷ്യനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കും. ഇതൊരു മനുഷ്യനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കും. സുബ്ഹിനെ ഉപയോഗപ്പെടുത്തുക, പ്രഭാതങ്ങളെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ സുബ്ഹിൽ ഉണരുക, സുബ്ഹിന്റെ ദുആ നിർവഹിക്കുക. സുബ്ഹിൽ ഉണരുക, സുബ്ഹിന്റെ ദുആ നിർവഹിക്കുക, സുബ്ഹിൽ ഭക്ഷണം കഴിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഷഹ്റു റമദാൻ നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. അല്ലാഹു നമ്മൾ എത്തിക്കട്ടെ. ആഫിയത്തോടെ നോമ്പെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റമദാനിന്റെ സുബ്ഹിൽ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാതൃകയാണ്. അപ്പൊ സുബ്ഹിൽ ഉണരുക, സുബ്ഹിൽ പ്രാർത്ഥിക്കുക, സുബ്ഹിൽ ദേഹശുദ്ധി വരുത്തുക, സുബ്ഹിൽ തിന്നുക. ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി. സുബ്ഹിൽ ഉണരുക, സുബ്ഹിൽ പ്രാർത്ഥിക്കുക, സുബ്ഹിൽ ശരീരശുദ്ധി വരുത്തുക, സുബ്ഹിൽ ഭക്ഷണം കഴിക്കുക. റമദാൻ മാസം മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് കാലത്ത് പ്രത്യേകമായി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അത്താഴം. ഖുർആനിൽ ആരോഗ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിഷയം നിർത്തുവാണ്. ഖുർആനിൽ ആരോഗ്യമുണ്ടോ? ഉണ്ട്. എന്തെന്ന് പറഞ്ഞേരി. കുലൂ, നീ ഭക്ഷണം കഴിക്കണം. കുലൂ, നീ ഭക്ഷണം കഴിക്കണം. ഏതു സമയത്താണ്, ഏതു ഭക്ഷണമാണ്, എത്ര അളവിലാണ്, എങ്ങനെയാണ്, 4 കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ
അയാൾക്ക് രോഗം വരില്ല. 4 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരൂല. ഏത് രോഗം? ജീവിതശൈലി രോഗം വരില്ല. ഒന്നുകൂടി പറയാം, ഇതുകൾ ഓർമ്മയിൽ നിൽക്കാൻ. ആദഹ തലാസൻ ഹത്താ തഫഹമൻഹു എന്നല്ലേ പറഞ്ഞത്? 3 വട്ടം ആവർത്തിക്കുകയാണ്. 4 കാര്യങ്ങൾ അറിഞ്ഞു ഭക്ഷണം കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് രോഗം വരില്ല. കുലൂ, നീ ഭക്ഷിക്കണം. രോഗം വരാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ലോക പ്രശസ്തനായ മുഫസ്സിർ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടിയാണ് കുലൂ, നീ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ അറിയേണ്ടത് എന്താണ് കഴിക്കേണ്ട ഭക്ഷണം, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ വായ തുറക്കരുത്. വായ തുറന്ന് പിടിച്ചു ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ ശൈലിയാണ്. അപ്പൊ എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത്. വായ ചുണ്ട് പൂട്ടി വെക്കണം. വായ അടച്ചു പിടിച്ചുകൊണ്ടാണ് ചവക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? കുറെ പറയാനുണ്ട്, സമയമില്ല. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രത്യേകമായ സമയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു, നോമ്പ് മാസത്തിൽ നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. അത്താഴം സുബ്ഹ് ബാങ്കിനോടടുത്ത സമയത്താണ് കഴിക്കേണ്ടത്. അത്താഴത്തിന് നല്ലത് പഴമാണ്. 3 കാര്യം പഠിച്ചു നിങ്ങൾ. അത്താഴത്തെ ഉപേക്ഷിക്കരുത്. 1, അത്താഴത്തിന്റെ സമയം സുബ്ഹ് ബാങ്കിന്റെ തൊട്ട് മുമ്പാണ്. 2, മൂന്നാമത്തെ എന്താണ്? അത്താഴത്തിന് പഴമാണ് നല്ലത്. അത്താഴം എന്നല്ലേ പറയും ഇവിടെ ആ നോമ്പിന്റെ അത്താള, മനസ്സിലായില്ലേ? ഇനി ആർക്കും തിരിയാണ്ടായി പോണ്ട. ഒരു അക്ഷരത്തിന്റെ മാറ്റേ ഉള്ളൂ കേട്ടാ. ഒറ്റൊരു അക്ഷരത്തിന്. എന്താ കഴിക്കുക ഇവിടെ? എന്താ കഴിക്കാം? ചോറന്നെ, പത്തിരിയ, ചോറ്, ഊണ്, അല്ല കഴിക്കുക അല്ലേ? അത് കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്തോളി നിങ്ങൾ. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഓർമ്മിച്ചിട്ട് 2-3 ഈത്തപ്പഴം കഴിക്കണം. മനസ്സിലായില്ലേ? 2-3 ഈത്തപ്പഴം ഇൻഷാ അല്ലാഹ് ഈ റമദാൻ, ഷഹ്റു റമദാനിൽ നമ്മൾ അത്താഴ നേരത്ത് കഴിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എങ്കിലും ഈ സദസ്സ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അത്താഴത്തിന് ഏറ്റവും നല്ലത് എന്ത് എന്ന് ആര് പറഞ്ഞു? പഴമെന്ന് റസൂലുള്ള പറഞ്ഞു പോയില്ലേ? നമ്മൾ എന്തിനത് ഉപേക്ഷിക്കണം? എൻ്റെ മോമിനിങ്ങളെ നോമ്പാരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴം ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ, എന്താ ചെയ്യാ? അതൊരു പ്രശ്നമാണല്ലോ. ഷുഗറിന് ഈത്തപ്പഴം പ്രശ്നമല്ല. ഈത്തപ്പഴം ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഷുഗർ കൂടാണ്ടിരിക്കലുണ്ടോ? പറയും. പേടിച്ചിട്ട് ഈത്തപ്പഴം മാറ്റി വെച്ചത് കൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ എവറി ടൈം കൺട്രോൾഡ് ആണോ? നോ. ആൻസർ നോ. പിന്നെന്തിനാ ഈത്തപ്പഴം മാറ്റി വെക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള മധുരത്തിൽ നിന്നല്ല ഷുഗർ കൂടുന്നത്. ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള കൊഴുപ്പ്, ഫാറ്റ് മനസ്സിലാക്കണം. ഷുഗർ എങ്ങനെയാണ്? തിബ്ബുൻ നബവിയിൽ മർലുസ് സുക്കർ, പ്രമേഹ രോഗത്തെക്കുറിച്ച് വലിയ പഠനമുണ്ട്. ഔറംഗസീബ് ചക്രവർത്തിക്ക് ഷുഗർ രോഗം ഉണ്ടായിട്ട് തിബ്ബുൻ നബവി പ്രകാരം ചികിത്സിച്ച് മാറിയിട്ടുണ്ട്. ഔറംഗസീബ് ചക്രവർത്തി ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരിലെ മാതൃകായോഗ്യനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം പ്രമേഹ രോഗിയായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു. സൂഫി ജീവിതത്തിലേക്ക് തൊപ്പി തുന്നിയും ഖുർആൻ എഴുതിയും സ്വന്തം ഉപജീവനത്തിന്റെ മാർഗം കണ്ടെത്തുന്നതിലേക്ക്, സൂഫി ധാരയിലേക്ക് ആ മനുഷ്യനെത്താൻ കാരണം പ്രമേഹ രോഗം മാറിയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളെയും പ്രമേഹ രോഗം മാറും. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രമേഹ രോഗം മാറും. പക്ഷെ തിബ്ബുൻ നബവി സ്വീകരിക്കണം.
അതിന് ബഷീർ ബഹവിയെ പോലെയുള്ള മറ്റ് ഷെയ്ഖ് മുഹമ്മദ് ഇർഫാനിയെ പോലെയുള്ള കുറേ ഉസ്താദന്മാരുണ്ട്. എനിക്ക് എല്ലാവരും പേര് കിട്ടായിട്ടാണ്. തിബ്ബുൻ നബവി പഠിച്ച പണ്ഡിതന്മാരെ കണ്ടെത്തണം നിങ്ങൾ. മഅ്ദനു ഷിഫ എന്ന പേരുള്ള കിതാബ് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഉസ്താദുമാർ അറിയണിത്. ഒരുപാട് ഉസ്താദുമാരുള്ള സദസ്സായത്. മഅ്ദനു ഷിഫ, മഅ്ദനു ഷിഫ കിതാബിന്റെ പേര്. ഔറംഗസീബ് ചക്രവർത്തിക്ക് പ്രമേഹ രോഗത്തിന് ചികിത്സ ലഭിച്ച് ഷിഫയായ ശേഷം രചിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അപ്പൊ കരിമ്പ്, ഏത്തപ്പഴം, ഈത്തപ്പഴം ഇതൊന്നല്ല ഷുഗർ വർദ്ധിപ്പിക്കുന്നത്. ബേക്കറി ഫുഡ്, എനർജി ഡ്രിങ്ക്സ്, കളറ് ചേർത്ത പാനീയങ്ങൾ, വിശക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, വിശക്കാത്ത സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, പിന്നെ ഭക്ഷണത്തിന് മേൽ പിന്നെയും ഭക്ഷണം, ഇതൊക്കെയാ ഷുഗറിൽ പ്രശ്നം. ഒരു വീട്ടിൽ ഈത്തപ്പഴമില്ലെങ്കിൽ ആ വീട് പട്ടിണിയുള്ള വീടാണെന്ന് മുഹമ്മദ് റസൂൽ. എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് നാളെ മുതൽ സമാധാനത്തോടെ ഈത്തപ്പഴം കഴിച്ചോ, ധൈര്യത്തിൽ കഴിക്കുക. പക്ഷേ ഈത്തപ്പഴം കഴിച്ചാൽ അതിൻ്റെ ഉടനെ തന്നെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ തേങ്ങ കഴിക്കണം, അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കണം. ഈത്തപ്പഴം കഴിച്ച് അതിൻ്റെ പിറകെ വെള്ളം കുടിക്കുക. അത് ശരീരത്തിന് ഗുണം നൽകും. അപ്പോ നോമ്പ് ഏത് സമയത്താ ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുക? അതുകൂടി പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്തുവാണ്. ഏത് സമയത്താണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്നറിയുമോ? ഈ സുബ്ഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം. സുബ്ഹാനല്ലാഹ്, സുബ്ഹിന്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി പള്ളിയിൽ സുബ്ഹിസ്കരിക്കാൻ നിങ്ങൾ വരാവൂ. അത് പരിശീലിപ്പിക്കുന്ന മാസമാ റമളാൻ. നിസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ചായ കുടിക്കേണ്ടത്, നിസ്കാരത്തിന്റെ മുമ്പ്. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയാ കുടിക്കാറുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ? ലോകപ്രശസ്ത പണ്ഡിതനാണ്, സൂഫി വര്യനാണ്. 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകി നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാനായ ഗുരുനാഥന്മാരിൽ ഒരാൾ, എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖുമാരിൽ ഒരാൾ. മനസ്സിലാക്കണം, ആ മഹാനുഭാവൻ സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് റമദാനാണെങ്കിലും അല്ലെങ്കിലും ഈത്തപ്പഴവും നേന്ത്രപ്പഴവും ചായയും കഴിച്ചിട്ടേ നിസ്കരിക്കാറുള്ളൂ. അപ്പോൾ ഉസ്താദുമാരും ഇനി മുതൽ അങ്ങനെ ശീലമാക്കുമെന്ന് ഞാൻ വിചാരിക്കണം. പള്ളിയിൽ അതിന് സൗകര്യം ഉണ്ടാവുമെന്ന് അറിയില്ല. മാനേജ്മെന്റിന്റെ ആളുള്ളത് കൊണ്ട് അവർ സൗകര്യപ്പെടുത്തുമെന്ന് വിചാരിക്കാം, അല്ലേ? അപ്പൊ ഭക്ഷണം, മനുഷ്യൻ ഒരു ദിവസത്തിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് ഏത് സമയത്തെന്ന് ഷഹ്റു റമദാൻ പഠിപ്പിക്കുന്നു. റമദാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന മാസമാണ്. റമദാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന മാസമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അത് ബർക്കത്തുള്ള ഭക്ഷണമാണ്. അത്താഴ സമയത്ത് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. അപ്പൊ നിങ്ങൾ പഴം കഴിക്കുക. ബേജാറും പേടിയും വിഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തിരിയോ നിങ്ങൾ സാധാരണ കഴിക്കുന്നതും കഴിച്ചോളി. ഞാനത് മുടക്കം നിൽക്കണില്ല, മനസ്സിലായില്ലേ? പക്ഷെ പഴം മാത്രം കഴിച്ച് നോമ്പെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇത്രയും കാലം റമദാൻ നമുക്ക് വേസ്റ്റായി എന്ന് പറയും. അത്ര റാഹത്തുണ്ടാവും, അത്ര റാഹത്ത് നിങ്ങൾ അനുഭവിക്കും. പഴം മാത്രം കഴിച്ച് റമദാനിൽ നോമ്പെടുക്കാൻ തുടങ്ങിയാൽ ഈ കഴിഞ്ഞു പോയ മുഴുവൻ റമദാനിലെയും ക്ഷീണങ്ങളെ, വിഷമങ്ങളെ, രാവിലത്തെ ഉറക്കിനെയൊക്കെ നമ്മൾ ആക്ഷേപിച്ചു പോകും. രാവിലെ സുബ്ഹ് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങൽ വന്നു പോയത് എന്തുകൊണ്ടാണ്? റമദാനിലെ ഏറ്റവും മുബാറക്കായ സുബ്ഹിന്റെ കഴിഞ്ഞ ഉടനെ 9 മണി വരെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥ നമുക്ക് വന്നത് എന്തുകൊണ്ടാണ്? പലരും റമദാനിന്റെ ഏറ്റവും ബർക്കത്ത് നേടിയ സമയം, ഉണർന്നിരിക്കേണ്ട സമയം, സൂര്യോദയ സമയമൊക്കെ ഉറങ്ങിത്തീർക്കലാണ് പതിവ്. എന്തുകൊണ്ട്? ഈ സുബഹിന്റെ തൊട്ട് മുമ്പ് കഴിക്കുന്ന അത്താഴത്തിൽ കണ്ടമാനം വയറ് നിറയുന്നതുവരെ അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഈ ഉറക്കം തൂങ്ങൽ വരുന്നത് എന്ന് തിരിച്ചറിയണം. വരുന്ന റമദാനിലെങ്കിലും